ഐഫോണ് ഏർത്തി പെട്ടി പൊട്ടിക്കണ്ടേ. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓനെ കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ണൂർ എയർപോർട്ടിൽ പോകണം. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാനും അനിയനും ഏടത്തിയും കൂടിയാണ് പോകുന്നത്. ഏട്ടൻ വരുന്ന ആരും അമ്മയോട് നമ്മൾ പറഞ്ഞിട്ടില്ല. അമ്മക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാസത്തെ ലീവിന് വരുന്നതാണ്. നമ്മൾ ഈ ഫെബ്രുവരി മാസം എന്ന് വെച്ചാൽ നമ്മളെ ചൂളിയാട്ട് മുച്ചിലോട്ട് കളിയാട്ടം, പിന്നെ പയ്യാർ ഉത്സവമെല്ലാം ആയതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ ഈ മാസം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ. താഴത്തുനിന്ന് ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അമ്മ കേൾക്കൂലേ. അമ്മക്ക് സർപ്രൈസ് കൊടുക്കണ്ടില്ല. അപ്പോൾ അമ്മ കേൾക്കുന്നതുകൊണ്ടാണ് ഇവിടെ മുകളിൽ വന്നിട്ട് ഇൻട്രോ എടുക്കുന്ന കേട്ടോ. കുറേ ആൾക്കാർ നമ്മളെ വീഡിയോയിൽ ചോദിച്ചിന് ഏട്ടന് കൊടുത്തു, ഏട്ടന് എവിടെയാന്ന്. പിന്നെ ഏട്ടത്തോടെല്ലാം ചോദിച്ചിന് ഏട്ടനടിയാന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ ഏട്ടനെ കാണാം കേട്ടോ. ഇനി ഒരു മാസം ഏട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി പോകുന്ന വീഡിയോയും പിന്നെ ഏട്ടനെ എല്ലാവരെയും കാണാം കേട്ടോ. ഓക്കെ. ഹലോ സുന്ദരിനാ? സുന്ദരിൻ്റെ ഒരു കുറവേയുള്ളൂ. സുന്ദരി അടുത്തമ്മ. സന്തോഷം. സുന്ദരി സുന്ദരി മദർ തെരേസ. അമ്മമ്മ എൻ്റെ ഉള്ളിലുണ്ട്. അമ്മമ്മ താറ്റ. അമ്മമ്മ പോയിട്ടേ താറ്റ. ആ അമ്മമ്മ ഉള്ളിലേ ഇല്ലേ. സുന്ദരി ബൈ ബൈ. ഒരാൾ മുമ്പിൽ നിൽക്കുന്ന ആൾ എണ്ണ അടിക്കണേ. മുമ്പിൽ ആരാ ഇരിക്കുന്ന ആരും എണ്ണ അടിക്കണോ? 1000 രൂപ എണ്ണ. അപ്പൊ മുമ്പിലിരിക്കാൻ പറ്റില്ല. എന്റെ പൈസ എടുത്തിട്ടാ? അതൊന്നും പറഞ്ഞു. മുമ്പിൽ ആരാന്ന് ഇരിക്കുന്നത്? ഡ്രൈവർ ഇപ്പറ ഇരിക്കുന്ന ആൾക്ക് പൈസ. ആ എന്റെ ഏട്ടമ്മ അതെയാ. എന്റെ എടിഎമ്മിൽ ഡ്രാ ആക്കാൻ പൈസ ഇല്ല. അതിനകത്തുണ്ടാ എടുത്തു? എനക്ക് പാസ്വേഡ് ഒന്നും അറിയില്ല, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. ഓ അന്റെ അല്ല, ഏടത്തേക്ക് സ്വന്തമായിട്ടുണ്ടാ? പൈസ ഇല്ല എന്ന് പിന്നെ മറ്റല്ല. ഒരു താറ്റ. ആ സുന്ദരി നോക്കിയാട്ടെ. സുന്ദരി നോക്കിയാ അതിന് വരണം തന്നെ ഉണ്ട് കേട്ടാ. കൂട്ടണ്ടല്ലേ? അടുത്ത് കൂട്ടണ വേണ്ട അല്ലേ? അപ്പൊ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. അടുത്ത് ഞാനും അനിയനും കൂടിയിട്ട് പോക്കാം ചേട്ടാ. അയ്യോ എത്ര വേഗം എത്തും? അത്ര ടൈം കൊണ്ടു? 5:45. വേഗം എത്തും. അടുത്ത് ചാർജർ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് ചാർജർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പോവാ അടുത്ത്. പോവാ ബൈ. അടുത്ത് സന്തോഷാണോ? ഹാപ്പിയാ? ഹാപ്പിയാ? വേറെ വീട്ടിൽ പോയി ചെടി മാട്ടാൻ വേണ്ടിട്ടാ. ആളില്ലാത്തവരുടെ അവിടെ ക്യാമറ ഉണ്ടാവും. ചെടി നല്ലതാ വെച്ചിട്ട് അവരോട് ചോദിക്കാണ്ട് പറിക്കുന്നത് ശരിയാന്നാ? അടുത്ത് തല കാണുന്നില്ല, കുറച്ച് താക്കടുത്ത് അങ്ങനെ വന്നിട്ട്. ഹാപ്പിയാ? ഏട്ടനെ കാണണോ? നമുക്ക് വരുമ്പില്ലേ ഏട്ടന്റെ ഭാഗം ഒരു ബിരിയാണി ആക്കിയാലോ? അല്ല പിന്നെ ഐസ്ക്രീം. ഏട്ടത്തേക്ക് ഒന്നുകൊണ്ട് ഐസ്ക്രീമാ ബിരിയാണിയാ? എനിക്ക് ഐസ്ക്രീം വേണ്ട, എനിക്ക് തൊണ്ടവേന. അത് ബിരിയാണി വെച്ചാൽ വരുമ്പോ ഏട്ടന്റെ ഫസ്റ്റ് ചെലവ്. അതെയാ, ചിക്കൻ വാങ്ങിട്ടുണ്ടാ? അത് മതിയല്ല, എന്നാ ഐസ്ക്രീം കഴിക്കാം. ജ്യൂസ് കുടിക്കാം. തണുപ്പാന്ന് എന്നാലും കുഴപ്പമില്ല. ഏട്ടൻ വാങ്ങി തരുവാ? പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ കലമ്പിട്ടു. ഓ മലപ്പാട് ചെലവ് ചെയ്യാൻ വേണ്ടി പറയുമ്പോ കലമ്പിട്ടു. ഓ അകിനെ പൊടിയാവൂലോ. എന്തായാലും ഇല്ലേ പൂൾ പാർക്ക് കയറാം നമുക്ക് വരുമ്പോ. ജ്യൂസ് ഉണ്ട്, ജ്യൂസ് ചിക്കു വയ്ക്കാം. നമുക്ക് വാങ്ങി തരുമ്പോ അടുത്ത് എന്റെ ബ്ലാക്കിൽ നിന്ന് അടിച്ചോ. കണ്ണൂർ എയർപോർട്ട് പോയി എപ്പോ? മട്ടന്നൂര് ഏട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ 10 മണിക്ക് എത്തുവാൻ 5:30 അല്ലേ? ഇപ്പൊ എത്തിയിട്ടുണ്ടാവൂലേ? മെസ്സേജ് അയച്ചാ?
പുറത്തിറങ്ങിയില്ലല്ലോ, ഉള്ളിലല്ലേ? പുറത്തിറങ്ങിട്ടാ ആടുക്കട്ടെ, ആടെ നിന്നൊരു ചായലും കൊടുക്കട്ടെ. തിരക്കൊന്നും അല്ലേ? തിരക്കൊന്നുമില്ലല്ലോ. എന്തായാലും നാട്ടിലെത്തിയില്ലല്ലേ? ആടുന്ന് വായിൽ നോക്കട്ടെ അല്ലേ? ആ, നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്താൻ പോകുന്ന കേട്ടോ. ഇതാണ് ഫ്രണ്ടിലെ കവാടം. അടുത്തിനെ കണ്ട, അടുത്ത് ഹാപ്പി മൂഡ്. അടുത്ത് എന്നിട്ട് പറ, എന്നിട്ട് ഒരു വർഷത്തിന് ശേഷം 10 മാസം അല്ലേ? ആ, വർഷമായി. ആ, ഒരു വർഷത്തിന് ശേഷം നമ്മളെ ഏട്ടനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. ആ മുഖത്തെ സന്തോഷം കണ്ടാ? സങ്കടം ഉണ്ടാ? ഓ, പോകുമ്പോ സങ്കടം അല്ലേ? എടുത്തു, അടുത്ത് നമ്മളെ ഏട്ടനെ എടുത്തു. ഏട്ടനെ നോക്ക്, കാണുന്നില്ലല്ലോ, എവിടെയാ പോയേ? വിളിക്ക്. നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഏടത്തിയും അനിയനും കൂടി ഏട്ടനെ തപ്പി നടക്കുന്ന വരുന്നുണ്ട് കേട്ടോ. ഏടത്തി കെട്ടിപ്പിടി. അടുത്തി പെട്ടുപൊട്ടിക്ക്. വീട്ടിലെത്തുന്നവരെ പൊട്ടിക്കലോ പൊട്ടിക്കാലേ? ഏടത്തേക്ക് കൊറേ കളിപ്പാട്ടലുണ്ടാവല്ലോ. ആ സീറ്റ് അങ്ങോട്ട് മടക്കാൻ വേണ്ടി സീറ്റ് കുറച്ച് അങ്ങോട്ട് പോകും. എന്നാ വടയ പറയുന്നു തുടങ്ങിയാ? വടയ വരെ തുടങ്ങിയാ? ബെസ്ക്കുന്നുണ്ടാ? ആ, നനക്ക് ബെസ്ക്ക് ബിരിയാണിക്കാ. ഏടിയാ മോനെ പോകുന്നത്? നമ്മളെ കൂട്ടുവാ? എവിടെ പോകുന്നു? ഇങ്ങോട്ട് അങ്ങോട്ടാക്കല്ലേ? ഇങ്ങോട്ട് ഓടിയോട്ട്. ആ, വെറ്റ്. ആ, പോട്ടെ. ആ, ഫുൾ കറക്കലാന്നല്ലോ. ഓഫാക്കല്ല, പോട്ടെ. ഓ, ഫോട്ടോഷൂട്ട് കേട്ടാ. ഇവിടെ തുടങ്ങി ഫോട്ടോഷൂട്ട്. കുറച്ചും ഇരുടായല്ലേ, നല്ല രസമുണ്ടാകും കേട്ടോ. ഫുൾ ലൈറ്റിലും വന്നാൽ നല്ല രസമാണ്. ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടാ. എയർപോർട്ട് നേരെ തായിലെ പാർക്കിംഗ് സ്ഥലം ഇതല്ലോ. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടല്ലേ. സൈഡിലെല്ലാം ചെടി കാട്ടിട്ടുണ്ടാ? അടുത്ത് കുറച്ച് പൊരിച്ചാലോ? കുറച്ചെടുത്തോ? ഒന്നുമില്ല, ഇവിടെ ക്യാമറ ഒന്നുമില്ല, എടുത്തോ, പൊരിച്ചോ. ഇതാ ചെടി ഇതാ. അടുത്തേ പൊരിക്ക് ചെടി പൊരിക്ക്. അടുത്തേ ഒന്നെടുത്തതാ, നല്ല സാധനം ഇതാ. പോലീസ് വരും. നമ്മളിപ്പോ തട്ടട കയറിയിട്ടില്ല കേട്ടാ. ഇവന് വല്ലാണ്ട് വിശക്കുന്നല്ലോ. ഗൾഫിന്നൊന്നും കിട്ടിയിട്ടല്ലോ. ഗൾഫിന്നൊന്നും കിട്ടിയില്ല. അപ്പൊ എയർപോർട്ട് എത്തിയപ്പോൾ ഭയങ്കര വിശക്കുന്നു. അവിടെ ഞാൻ വന്ന് വീട്ടില് ഫുഡെല്ലാം ഉണ്ട്. ഇപ്പൊ തൽക്കാലം ലൈറ്റ് ആയിട്ട് കഴിക്കുവാ. ചായയോ എന്താ റൊട്ടി പൊരിച്ചാ, ഏടത്തി പരിപ്പ് വാടാ. ഇവൻ മുട്ട കഴിക്കുന്നുണ്ട്, ഞാനും മുട്ട കഴിക്കുന്നുണ്ട്. പിന്നെ മുഖം വെളുക്കാൻ വേണ്ടിട്ട് പാലും വെള്ളം. നമ്മൾ മുഖം പാലും വെള്ളം. പിന്നെ ഓരോ വെളുക്കാണ്ടല്ലോ, അവിടെ ചായ. അത് കുടിച്ചോ? നിന്നെ കാണാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തല്ലേ. കൊടുത്തു, ഏട്ടനോടുത്തു, നിന്റെ കെട്ടിയോനോടുത്തു അല്ലേ.
അമ്മ അകത്തേയില്ല കേട്ടോ അടുക്കളയിൽ. അമ്മക്ക് സർപ്രൈസ് കൊടുത്തപ്പോൾ ഗൈസ് അമ്മമ്മക്ക് അറിയില്ല. അമ്മമ്മേ ഞാൻ മാലക്ക് പോയി കേട്ടാ അമ്മയോട് എന്റെ മാല കൊടുത്തു മാല കൊടുത്തു സുന്ദരി അമ്മ മനസ്സ് ഓന് ഭയങ്കര വിശപ്പുണ്ട് പോലും. എന്തെങ്കിലും വേണമെന്ന് പറയുന്നു. ഓനൊന്നും കിട്ടിയില്ല, ഗൾഫിൽ നിന്നൊന്നും തിന്നാൻ കിട്ടിയില്ല. സുന്ദരിനൊന്നും ഇല്ല, സുന്ദരിക്ക് സമാധാനം കൊടുക്കുക. എന്നാ സുന്ദരി നീ കളിക്കുന്നേ? സുന്ദരി നീ ഏട്ടനെ കണ്ടിട്ട് കളിക്കുന്ന ഇങ്ങനെ? അമ്മമ്മേ അമ്മമ്മേ മോളില്ല ആ മോള് നല്ല മോളാ നല്ല മോളാ പറ അമ്മമ്മ, നല്ല മോളാ പറ. നല്ല മോളല്ലേ? ഏട്ടൻ കൊണ്ടുവന്ന ബാഗെല്ലാം ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഏടത്തേക്ക് കളിക്കാൻ വേണ്ടി കുറേ കളിപ്പാട്ടായിരിക്കും ഉണ്ടാവുക. പെട്ടി ഇന്ന് പൊട്ടിക്കുന്നില്ല, നാളെ പൊട്ടിക്കാം അല്ലേ? ഇന്ന് പൊട്ടിക്കണ്ട അല്ലേ? നാളെ പൊട്ടിക്കാം. ഏടത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ലൈറ്റ് ഇട്. ഈ ബില്ലോട്ട് എന്റെ റൂമിൽ വെക്കാം. ഞാൻ നാളെ തരാ കാലിപ്പട്ടി. കളിപ്പാട്ടായിരിക്കും പറഞ്ഞത് ഇതിനെ കൊണ്ട് തരണ്ടേ. നമ്മൾ അടുത്ത് കുളിച്ച് സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അമ്മമ്മ ചോറെല്ലാം കഴിച്ചു, അമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏട്ടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തോ അമ്മക്കും അടുത്തേക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഐഫോണ് ഏർത്തി എന്റെ ഫോണ് സെറ്റായി. അമ്മേന്റെ ഫോണ് കംപ്ലൈന്റ് ആയിട്ട് കുറേ ആയി പറയുന്നത്. ഏടത്തിന്റെ ഫോണും വാങ്ങിയിട്ട് 5 വർഷമായിട്ടായ പോലും. അപ്പോൾ ഇങ്ങനെ പുതിയ ഫോൺ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ പൈസേന്റെ പ്രശ്നം കൊണ്ട് ഏടത്തി പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏട്ടൻ അത് അറിഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടാ. റെഡ്മിയാ ഫോൺ എടുത്ത് പുറത്ത് കാണിക്ക്. അമ്മ കാണിക്ക്. അമ്മക്ക് ടച്ച് വേണ്ട പറഞ്ഞ ആദ്യമേ. അമ്മക്ക് ഉപയോഗിക്കാൻ അറിയാത്തോണ്ട് ടച്ച് വേണ്ട പറഞ്ഞേ. നോർമൽ സാധാ ഫോണാണ്. ഒന്ന് അങ്ങനെ ഓടി ഓപ്പൺ ആക്കാന്ന് കയ്യിലെടുത്തി. നമ്മളെ ചങ്കമ്മക്ക് ഒന്ന് കൊടുത്തിരി. ചങ്കമ്മക്ക് ഈത്തപ്പഴം എടുത്തി അനക്ക് തരുമോ വീഡിയോ എടുക്കേ? എടുത്തേക്ക് എൻ്റെ ഫോണ് തരാം. ബില്ല് പൈസ സെറ്റ് ചെയ്യാൻ തരാം. അമ്മ നമുക്ക് ഏട്ടൻ്റെ വക ഈത്തപ്പഴം കേട്ടോ. സുന്ദരിക്കൊന്നുമില്ല എടുത്തി. നമ്മക്കൊന്നുമില്ലേ? ആ ഫോണിൽ ആർക്കും കൊടുക്കണ്ട കേട്ടാ. അത് ചാടാൻ വേണ്ടി വെച്ചാ. അടുത്തേക്ക് 2 ഫോണാ. ഫോൺ അനക്കാണിച്ചപ്പോ അനക്ക് ഫോൺ അനക്ക്. അഗ്യാണ്ട് സ്പ്രേ കുളിക്കാണ്ട് അടിച്ചിട്ട് പോയ സ്പ്രേ. അമ്മ എന്നാല് നമുക്ക് ഫാമിലിയെല്ലാം ഫോൺ വിളിക്കണ്ടേ? ഇനി നാളെ പോലും വിളിയോട് വിളി. ഇനി അടുക്കള പണിയൊന്നും നടക്കൂല. ഫാമിലിയിലെല്ലാം വിളിയോട് വിളി. സിം ഇപ്പോട്ടൂടെ സെറ്റാക്കി തരില്ലേ? നമുക്കൊന്നുമില്ല. ഓന് സ്പ്രേ ഉണ്ട്. അനക്കോ പൗഡറാ? ഞാൻ പൗഡർ ഇടാറില്ലല്ലോ. അങ്ങനെ പല്ലൊക്കെ നമ്മൾ സുന്ദരിക്കൊന്നും കൊടുത്തില്ല. അടുത്ത സുന്ദരിക്കൊന്നും കൊടുക്കേ. അതിനും അതിനൊന്നും അധികം വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ.
പിന്നെ എല്ലാവരും കണ്ടില്ലേ തങ്കമ്മ അമ്മ എല്ലാവരും ഉണ്ട് ഇടാം ഫുൾ ഹാപ്പി എല്ലാവരും ഹാപ്പി കേട്ടോ അമ്മ സർപ്രൈസ് അമ്മയുടെ കണ്ണുനീര് വന്നു നമ്മൾ കണ്ടിട്ടില്ല അപ്പുറം തുടക്കുന്നുണ്ട് അപ്പൊ പിന്നെ അടുത്ത വീഡിയോ കാണാട്ടാ ഇനി ഇങ്ങനെ ഫുൾ ടൈം വീഡിയോ വന്നോണ്ടിരിക്കുവേ എല്ലായിടത്തും ഇനി വീഡിയോ വന്നുകൊണ്ടിരിക്കുവേ ഓക്കെ ഏട്ടനിപ്പോ ആരെല്ലോ വീട്ടിൽ പോകേണ്ടി വരും ഫാമിലി വീട്ടിൽ പോകേണ്ടി വരും പിന്നെ ഏട്ടത്തിന്റെ വീട്ടിൽ പോകണം അപ്പൊ എല്ലാ വീഡിയോ വരും കേട്ടോ വെയിറ്റ് ആൻഡ് സീ ബൈ